മനസ്സിൽ നിറയെ കണിക്കൊന്നകൾ വിരിച്ചുകൊണ്ട് വീണ്ടും ഒരു വിഷു വരവായി. 77-ാം വയസ്സിലും തന്റെ വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ആലിപ്പറമ്പ് പെരുമ്പാലപ്പാറയ്ക്ക് സമീപമുള്ള പിലാക്കൽ അയ്യപ്പൻ. കൈനീട്ടത്തിന്റെ ഐശ്വര്യവും മനം നിറയെ മധുര സ്മൃതികളും നിറഞ്ഞ ഒരു നല്ല വിഷുക്കാലം വന്നെത്തുമ്പോൾ പഴയകാല വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അയ്യപ്പൻ. ആദ്യകാലങ്ങളിൽ വിഷുക്കാലമായാൽ ദേശത്തെ പണിക്കർ ഓലയുമായി വീടുകൾ തോറും വിഷു പറയാൻ വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നതായി അയ്യപ്പൻ പറയുന്നു. അന്ന് പിന്നെ വീട്ടിലുണ്ടാക്കിയ ചക്കപ്പൂട്ടാനും കഞ്ഞിയാക്കി തട വെച്ച് ഇലയിൽ വിളമ്പി കുടിക്കുക. ഇപ്പോൾ ആ കാലങ്ങളൊക്കെ മാറി. ഇപ്പോൾ അതൊന്നും ഓർമ്മയുണ്ടാവില്ല ആർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കഞ്ഞിയും വെച്ചില്ല. ഇപ്പോൾ സദ്യവട്ടമൊക്കെ ഉണ്ടാക്കി അടപ്പളം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പിന്നെ പഴയ ഇതായിട്ട് ഇപ്പോൾ ഈ അതേ ഉള്ളൂ. പിന്നെ കഞ്ഞി വയ്ക്കുക, എല്ലാ വീട്ടിലും വയ്ക്കും. ഇപ്പോൾ അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ല കാണാൻ. അപ്പോൾ അവരാരും വീട്ടിലുണ്ടാക്കി കഞ്ഞി വയ്ക്കുക, കാണുക. വിഷുവിന് പുലർച്ചെ വിഷുക്കഞ്ഞിയാണ് പ്രാധാന്യം. ചക്ക കൊണ്ടുള്ള കറിയും കഞ്ഞിയും വയറു നിറച്ചു കഴിച്ചാണ് വിഷുവിന് തുടക്കമാകുന്നത്. വാഴയുടെ പോള വൃത്തിയാക്കി തളം കെട്ടി അതിൽ ഇല വെച്ചാണ് കഞ്ഞി വിളമ്പുന്നതെന്നും അയ്യപ്പൻ പറഞ്ഞു. രാവിലെ വലിയ വീടുകളിൽ മാത്രമാണ് കണി വെച്ചിരുന്നത്. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർ ഉയർന്ന വീടുകളിലേക്കാണ് കണി കാണാൻ വേണ്ടി പോയിരുന്നത്. അവിടെ നിന്നും 25 പൈസ കൈനീട്ടമായി നൽകിയിരുന്നു. ഞങ്ങൾക്ക് 4 അണ തരിക. അന്ന് 4 അണ വലിയ ഒരു കണക്ക്. കുട്ടികൾക്കൊക്കെ 4 അണ വരും. മറ്റവർക്കൊക്കെ 50 പൈസ 8 അണ വലിയവർക്കും കൊടുക്കും. അങ്ങനെ കനിയും കണ്ടിട്ട് തിരിച്ചു പോരുക. അങ്ങനെ പിന്നെ കണിക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അവരൊരുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം വെള്ളരിക്ക മുതലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പണ്ടുകാലത്ത് വീടുകളിൽ കൈക്കോട്ടുചാൽ എന്നുള്ള ചടങ്ങ് നടത്തിയിരുന്നു. കൃഷിയും അനുബന്ധ പ്രവൃത്തികളും ഇല്ലാതായതോടെ കൈക്കോട്ടുചാൽ എന്നുള്ള ചടങ്ങും ഇന്ന് അന്യമായിരിക്കുന്നു. വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ കുട്ടികളും മുതിർന്നവരും വിഷുക്കണി ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാകും. ആദ്യകാലത്ത് വിഷുക്കണിക്ക് നാട്ടിൻപുറത്ത് കിട്ടുന്ന പഴങ്ങളും കൊന്നപ്പൂവുമാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കൊന്നപ്പൂവ് വിഷുവിന്റെ അവിഭാജ്യ ഘടകമായതിനാൽ കൊന്നപ്പൂ കിട്ടാത്തവർക്ക് മാർക്കറ്റുകളിലും ഇവ ശനിയാഴ്ച മുതൽ ലഭ്യമായി തുടങ്ങി. നല്ല വില കൊടുത്താണ് ആളുകൾ കൊന്നപ്പൂവ് കൊണ്ടുപോകുന്നത്. CCN ചത്തല്ലൂർ.